everyone, welcome to Vanchinad kitchen. I'm Chef Piroj. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോബി 65 അഥവാ കോളിഫ്ലവർ 65 ആണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഗോബി 65 ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഗോബി 65നുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു മീഡിയം കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കോളിഫ്ലവർ നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 4 മിനിറ്റ് ബ്ലാഞ്ച് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾ പൊടി ഇടാം. മഞ്ഞൾ പൊടി ഇടുന്നത് എന്തെങ്കിലും വിഷാംശമോ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. 4 മിനിറ്റ് ആയിട്ടുണ്ട്. കോളിഫ്ലവർ നമുക്കൊന്ന് കോരിയെടുക്കാം. കോരിയെടുക്കുന്നത് നമ്മൾ ഐസ് വാട്ടറിലോട്ടാണ് ഇടുന്നത്. ഐസ് വാട്ടറിലിട്ടാൽ ഓവർ കുക്ക് ആവാതിരിക്കും. ഐസ് ക്യൂബ് കിട്ടിയില്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചാലും മതി. ഗോബി 65നുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. ബാറ്ററിന് വേണ്ടി 1 കപ്പ് പ്ലെയിൻ ഫ്ലവർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ ഇടുകയാണ്. നല്ല ക്രിസ്പി ആയി കിട്ടും. ആവശ്യത്തിന് ഉപ്പിടാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നത് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 പിഞ്ച് കൊറിയാണ്ടർ ലീവ്സും 1 പിഞ്ച് കറി ലീവ്സും ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം. അധികം റണ്ണി ആകല്ലേ, വളരെ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കാം. കോളിഫ്ലവർ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇടാം. ഒരു മീഡിയം ടെമ്പറേച്ചറിലാണ് കോളിഫ്ലവർ വറുത്തെടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറഭാഗം കരിഞ്ഞു പോകും. മെല്ലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സോസ് ഉണ്ടാക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു കടായി വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഇടാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഇടാം. 1 പച്ചമുളക് അരിഞ്ഞിടാം. നന്നായിട്ടൊന്ന് സോത്ത് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് സോത്ത് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് ഓണിയൻ ഇടാം. അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പില ഇടുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കാം. കാശ്മീരി ചില്ലി ചേർത്താൽ നല്ല കളർ കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്താൽ കാശ്മീരി ചില്ലിയിൽ നിന്ന് നല്ല കളർ ഇറങ്ങും. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഫ്രൈ ചെയ്തിരിക്കുന്ന കോളിഫ്ലവർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഉടയാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോബി 65 റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വെജിറ്റബിൾ സ്റ്റാർട്ടറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഒന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. ഒരു നല്ലൊരു സലാഡോട് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. വഞ്ചിനാട് സ്പെഷ്യൽ ഗോബി 65 റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു.